ഓട്ടവും ഇല്ല, ഒരുത്തന് ഓട്ടം വിളിക്കാൻ വരണമില്ല. താടിയൊക്കെ വളർന്ന് പിന്നെന്ത് കേടാ ഇവിടെ ഓട്ടമില്ല. ഒരു ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ നീയെങ്കിലും വന്ന് വിളിച്ചല്ല. വാ നമുക്ക് രണ്ടും കൂടെ പോവാം. പിന്നെ ദൂരെ പോണം. ഇവിടെ ഏത് ദൂരെ പോണോന്ന്? തിരുവനന്തപുരത്താ? എത്ര രൂപ ആവുമെന്ന് അറിയാമോ? കയ്യില് പൈസ എല്ലാം ഉണ്ടാ? പൈസ ഒക്കെ പറയാം. മാമ ഈ മോട്ടർ ഓൺ ആക്കിട്ടിരുന്ന മോട്ടറാ? ഏത് മോട്ടർ? ഈ മോട്ടർ അപ്പൊ നമ്മളെ വീട്ടിൽ ഇരിക്കുന്ന മോട്ടറൊക്കെ അത്. എടാ മോട്ടർ അല്ല, മീറ്റർ. അത് ഇലക്ട്രിസിറ്റിയിലെ മീറ്റർ. ഇനി വാട്ടർ സപ്ലൈയുടെ മീറ്റർ ഒന്നും കൂടെ ഉണ്ട്. എടാ ഇത് ഓട്ടോറിക്ഷയ്ക്കകത്ത് വെച്ചിരിക്കുന്ന മീറ്റർ അല്ലേടാ? ഇത് മോട്ടർ അല്ലേ, മീറ്റർ. മീറ്ററാ? ഓ മീറ്റർ ആണല്ലേ? എടാ ഞാൻ ചോദിക്കട്ടെ, നീ ഇത്രയും ദൂരം ഇവിടെ നിന്ന് ഒരു ഓട്ടം വിളിച്ച് ഓട്ടം പോവാനായിട്ട് നിന്റെ പൈസ എവിടെ നിറേ? പൈസ ഒക്കെ ഉണ്ട്. ആരേലും ഉണ്ട്? എന്റെ എടേ നിന്റെ അച്ഛൻ പൂത്ത കാശുകാരനാടേ. പക്ഷെ ഞാൻ പൈസ എടുത്തില്ലേ? പിന്നെ എങ്ങനെ എനിക്ക് പൈസ തരും? അത് അച്ഛനെ ഞാൻ മാറ്റി തരുമല്ലേ? നീ എന്തിന് ഇത്രയും ദൂരം പോണത്? അതാ എനിക്ക് മനസ്സിലായില്ല. അപ്പൊ മാമൻ പ്രസവിച്ചാരി അറിഞ്ഞില്ലേ? മാമൻ പ്രസവിച്ചാരി? നിന്റെ മാമൻ പ്രസവിച്ച ഇരട്ടെ ഒറ്റ? അങ്ങനല്ല, പിന്നെ തിരുവനന്തപുരത്ത് ഹിപ്പോപ്പൊട്ടാമസ് പ്രസവിച്ചെന്ന്. ഇവിടെ മൃഗശാല കിടക്കുന്ന ഹിപ്പോപ്പൊട്ടാമസ് പ്രസവിച്ച? പിന്നെ നിന്നെ മാത്രമേ അറിയിച്ചോളൂ, ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതൊന്നും. ഈ സംഭവം തന്നെ കേട്ടാ. നീ ഇടയ്ക്കിടയ്ക്ക് എന്തിന്റെ ഈ വിരലിട്ട് ഇങ്ങനെ ചൂപ്പണത്? സിപ്പപ്പ് വേണോ? അയ്യോ എനിക്ക് വേണ്ട നിന്റെ സിപ്പപ്പ്. നീ വീട്ടിൽ പറഞ്ഞിട്ടൊക്കെ തന്നെ വന്നത്. എന്ത് പറയാത്തെന്ത്? അമ്മ പറഞ്ഞ് റേഷൻ കടയിൽ പോയിട്ട് വരെ. പിന്നെ പൈസയൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ പോണം. ഇവിടെ ഈ സംഭവം ശരിയല്ല. നീ ഒരു മിനിറ്റ്. ഹലോ, മായ ചേച്ചി അല്ലേ? ചേച്ചിയുടെ മോൻ വീട്ടിൽ ഉണ്ടാ? അയ്യോ തന്നെ? ഓ ശരി ചേച്ചി, ശരി. ഓക്കെ ചേച്ചി, ഓക്കെ. എടാ പിന്നെ നിന്നെ ഇന്നലെ അമ്മ ആശുപത്രിയിലായിട്ടും കൊണ്ടുപോയി. എന്നിട്ട് വൈകുന്നേരം ഗുളികയെല്ലാം കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ കഴിച്ചില്ല? ചുമ്മാ ഞാൻ കഴിച്ചില്ല. അതാണ് പ്രശ്നം. മരുമനെ നമുക്ക് പോയി ഗുളിക കഴിക്കാം, ഇല്ലെങ്കിൽ ഇതിലും വലിയ അസുഖങ്ങളൊക്കെ വരും കേട്ടാ. എനിക്ക്